ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം വായിക്കട്ടെ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. കാൽവറി ക്രൂശിൽ കർത്താവ് പിശാചിൻ്റെ തല തകർത്തു. പിന്നീട് അവന് ആ സ്വർഗത്തിലേക്ക് കയറി വിശുദ്ധന്മാരെ ദൈവം മുൻപാകെ അപവാദം പറയുവാൻ കഴിവില്ലാതെ വണ്ണം തകർത്ത് കളഞ്ഞു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായിട്ട് ദൈവം മാനവജാതിക്കൊരു വിടുതലും രക്ഷയും പ്രഖ്യാപിച്ചു. അതിനുള്ള വഴിയൊരുക്കി. ആ പിശാചിനെ സ്വർഗത്തിൽ നിന്നും താഴേക്ക് വെട്ടിക്കളഞ്ഞു എന്ന്, അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവചനാത്മാവിൽ പറയുന്നുണ്ട്. ആ പിശാചിനെ കാൽവരി ക്രൂശിൽ കർത്താവ് ജയിച്ചു. എന്നാൽ പിന്നീട് അന്ത്യം വരെയും ജീവിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാ കാലത്തും യുദ്ധമുണ്ട്. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതാണെന്ന് പത്രോസ് അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം പോരാടണം, അവനോട് എതിർത്ത് നിൽക്കണമെന്ന് പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ പോരാട്ടമുണ്ട്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ അതിനെ ജയിക്കണം. കുഞ്ഞാടിൻ്റെ ഇവിടെ 11-ാം വാക്യത്തിൽ പറയുന്നത്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. ദൈവജനത്തിന് ജയിക്കുവാനുള്ള 2 ഉപാധികളാണ് ദൈവവചനത്തിലൂടെ കർത്താവ് തന്നിരിക്കുന്നത്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം. ആ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. ആ രക്തം മുഖാന്തരം നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. ആ രക്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും മോചിച്ച് രക്തം ചൊരിഞ്ഞ് വിമോചനം പ്രാപിച്ചവരായി, അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചവരാണ്. മാത്രമല്ല, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, നാം ജീവിക്കുമ്പോൾ ദൈവവചനം എന്ന ആ ഇരുവായ്ത്തിലുള്ള വാള് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തനിക്ക് നേരിട്ട പരീക്ഷകളെ ജയിച്ചത് മുഴുവൻ വചനത്തിലൂടെയാണ്. വചനമെടുത്ത്, വചനമെന്ന വാളുപയോഗിച്ച് ശത്രുവിനെ വെട്ടി താഴെ കളയുന്നതായ അനുഭവം. അതുതന്നെയാണ് അന്ത്യം വരെയും ഉള്ള ദൈവജനത്തിന് ഈ 2 ഉപാധികൾ സ്വീകരിച്ചുകൊണ്ട് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും. വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി, വേരുറച്ചവരായി, വചനത്തിൽ നിന്ന് ആ പിശാച് ഓരോ ഉപായങ്ങളും തെറ്റിച്ചു കളയുന്നതായ ആ തന്ത്രങ്ങളും കൊണ്ടുവരുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. വചനമെന്ന വാളുപയോഗിച്ച് അവനോട് എതിർത്ത് നിൽക്കുവാൻ മാത്രമല്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മറയ്ക്കപ്പെട്ടവരായി, അവൻ്റെ നീതി ധരിച്ചവരായി നമുക്ക് ശത്രുവിനെ ജയിക്കുവാൻ കഴിയും. അതുമാത്രമല്ല, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എന്നിവിടെ വായിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. നമ്മുടെ സ്വയത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സ്വയം ഉയരുന്ന രീതിയിൽ നമുക്ക് ദൈവം മുൻപാകെ വിജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജയത്തെ ക്രിസ്തുയേശുവിനുള്ളവർ
ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. അത് നമ്മുടെ അവകാശമാണ്. നമ്മളെ തന്നെ, നമ്മുടെ ജഡത്തെ ആ കാൽവറിയോട് ചേർത്ത് ബന്ധിച്ച് ആ കാൽവറിയുടെ മറവിൽ നിന്നുകൊണ്ട് ദൈവവചനപ്രകാരം നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിപ്പാൻ കഴിയും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.